AV റസലുമായുള്ള ആത്മബന്ധം അനുശോചന യോഗത്തിൽ പങ്കുവെച്ച് നേതാക്കൾ. രോഗവിവരം വിവരിക്കുമ്പോൾ മന്ത്രി VN വാസവൻ വിതുമ്പി കരയുകയായിരുന്നു. റസലിനെ അനുസ്മരിച്ചപ്പോൾ മുതിർന്ന നേതാവ് വൈക്കം വിശ്വന് വാക്കുകൾ പൂർത്തീകരിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. സംസ്കാരശേഷം വീട്ടുവളപ്പിൽ നടന്ന അനുശോചന യോഗത്തിൽ AV റസലിന്റെ രാഷ്ട്രീയ നാൾ വഴി K അനിൽകുമാറാണ് വിശദീകരിച്ചത്. പിന്നാലെ ചികിത്സാ രീതിയുടെ ഓരോ ഘട്ടവും പ്രതിപാദിച്ച മന്ത്രി VN വാസവൻ വാക്കുകൾ പൂർത്തിയാക്കാൻ പാടുപെടുകയായിരുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ യോഗത്തിൽ സംസാരിച്ചവർക്കെല്ലാം സഖാവ് റസീലിനെ കുറിച്ച് പങ്കുവയ്ക്കാൻ ഉണ്ടായിരുന്നത് നല്ല ഓർമ്മകൾ മാത്രമായിരുന്നു. 2 ദിവസങ്ങളിലായി നടന്ന പൊതുദർശന ചടങ്ങിൽ ആയിരങ്ങളാണ് പ്രിയ നേതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന VN വാസവൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചപ്പോൾ റസൽ 2 തവണ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഏൽക്കുകയായിരുന്നു. VN വാസവൻ മന്ത്രിയായതോടെ റസൽ സെക്രട്ടറി സ്ഥാനത്ത് തുടർന്നു പോയിരുന്നു. 2022 ജനുവരിയിലാണ് AV റസൽ ആദ്യമായി സെക്രട്ടറി ആയത്. 1981 പാർട്ടി അംഗമായ റസൽ 13 വർഷം ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്നു. 15 വർഷമായി ജില്ലാ സെക്രട്ടേറിയറ്റിലും 28 വർഷമായി ജില്ലാ കമ്മിറ്റിയിലും അംഗമാണ്. DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്നു. CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. 2006 ചങ്ങനാശ്ശേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. 2000 മുതൽ 2005 വരെ ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് AV റസലിന്റെ ഭൗതികദേഹം പൊതുദർശനത്തിനായി കോട്ടയത്തെ പാർട്ടി ആസ്ഥാനത്ത് എത്തിച്ചത്. ആ സമയം മുതൽ മൃതദേഹം ചിതയിലേക്ക് എടുക്കും വരെ ആയിരങ്ങളാണ് ആദരവറിയിക്കാൻ ഒഴുകിയെത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും കോട്ടയത്തെ പാർട്ടി ആസ്ഥാനത്ത് എത്തിയാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ മൃതദേഹം ചിതയിലേക്ക് എടുക്കുമ്പോഴും കാണാനുള്ളവരുടെ നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. ഒടുവിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ പ്രിയ നേതാവിനെ യാത്രയാക്കുകയായിരുന്നു. 2 ദിവസങ്ങളിലായി മന്ത്രിമാർ, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, മറ്റ് ജനപ്രതിനിധികൾ, മതസാമുദായിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. AV റസൽ അർബുദബാധിതനായി ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലിരിക്കെ ഹൃദയാഘാതം മൂലമാണ് അപ്രതീക്ഷിത വിയോഗം ഉണ്ടായത്.